50 to 100 ഹെയർസ് നമുക്ക് പെർ ഡേ ഒരാൾക്ക് ലോസ് ആവും. അതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഹെയർ ഫോൾ ആണ്. ബട്ട് ഈ ഒരു ഹെയർ ഫോളിനൊപ്പം തന്നെ നമുക്കൊരു പുതിയ ഗ്രോത്തും വരാറുണ്ട്. അതാണ് ഒരു നോർമൽ ഹെയർ സൈക്കിൾ എന്ന് പറയുന്നത്. ബട്ട് വൺസ് നമ്മളുടെ ഒരു എന്താ പറയുക ഹെയർ ഫോളിക്കിൾസ് ഒത്തിരി ചുരുങ്ങി ഷ്രിങ്കായി നമ്മളുടെ ഹെയർ ഒത്തിരി തിന്നിങ് സ്റ്റേജിലേക്ക് വന്ന് നമുക്ക് ഹെയർ ലോസ് ആവും. ബട്ട് അവിടെ നിന്ന് ഒരു പുതിയ ഗ്രോത്ത് ഇൻഡ്യൂസ് ചെയ്യാത്ത ഒരു സ്റ്റേജാണ് ഹെയർ ഫോൾ എന്ന് പറയുന്നത്, ഹെയർ ലോസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹെയർ ലോസ് സ്റ്റേജിൽ എത്തുമ്പോഴായിരിക്കും ഒരു ട്രാൻസ്പ്ലാന്റേഷനിലേക്ക്? അതെ, ഒബ്വിയസ്ലി നമ്മളുടെ ഹെയർ ഫോളിക്കിൾസ് ചുരുങ്ങി അത് നശിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു പുതിയ ഗ്രോത്ത് ഇൻഡ്യൂസ് ചെയ്യാനോ, നമുക്ക് ഈവൻ എന്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്താലും നമുക്ക് അവിടെ നിന്ന് ഒരു പുതിയ ഗ്രോത്ത് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഒരു ഹെയർ ഫോളിക്കിൾസ് നശിച്ച ഒരു സ്റ്റേജിലേക്കാണെങ്കിൽ നമ്മളൊരു ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്നുള്ള രീതിയിലേക്ക് തന്നെ പ്ലാൻ ചെയ്യണം. നമ്മളുടെ തന്നെ ഓൺ ഹെയർസ്, നമ്മളുടെ ബാക്കിൽ നിന്നാണ് നമ്മൾ ഡോണർ ഏരിയ എന്ന് പറയുന്നത്, ആ ഒരു ഡോണർ ഏരിയയിൽ നിന്ന് നമ്മൾ ഗ്രാഫ്റ്റ്സ് എക്സ്ട്രാക്ട് ചെയ്യും. ആ ഒരു ഗ്രാഫ്റ്റ് നമ്മൾക്ക് എവിടെയാണോ ആവശ്യമായിട്ടുള്ള ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ ഇംപ്ലാന്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി എന്ന് പറയുന്നത്. നമ്മുടെ ഹെയർ തന്നെ ഒരു നല്ലതുപോലെ ഉള്ള ഒരു ഏരിയയിൽ നിന്ന് വേറെ ഏരിയയിലേക്ക് ലൊക്കേറ്റ് ചെയ്യും അല്ലേ? സോ നമുക്ക് പറയുവാണെങ്കിൽ നമുക്ക് ഡോണർ ഏരിയ എന്ന് പറയുന്നത് പ്രൈമറി ഡോണർ ഏരിയ എപ്പോഴും നമ്മളുടെ ഹെഡിന്റെ ബാക്ക് സൈഡിൽ നിന്നാണ്. അവിടെ നിന്നാണ് നമുക്ക് ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള ഗ്രാഫ്റ്റ് കിട്ടുക. സെക്കൻഡ് നമ്മൾ പറയുവാണെങ്കിൽ നമുക്ക് ബിയേർഡ്സ് ഒക്കെ ഉള്ള ഇപ്പോൾ ജെൻസ് ഒക്കെ ആണെങ്കിൽ മെയിൽ പേഷ്യൻസ് ആകുമ്പോൾ നമുക്ക് ബിയേർഡിൽ നിന്നും ബോഡി ഹെയറിൽ നിന്നും ഒക്കെ നമുക്ക് ഗ്രാഫ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു ഗ്രാഫ്റ്റിനെ നമ്മൾ ഫ്രണ്ടിലേക്ക് നമുക്ക് എവിടെയാണ് ആവശ്യമായിട്ടുള്ള ഹെയർ ലൂസ് ആയിട്ടുള്ള സ്പേസിലേക്ക് നമുക്ക് ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റും. ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ഹെയർ ഫിക്സിങ്ങും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താ ശരിക്കും? ഓക്കെ, സോ നമ്മൾ ഹെയർ ഫിക്സിങ്ങിനെ കുറിച്ച് പറയുവാണെങ്കിൽ അതൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ്. ആൻഡ് അതൊരു നോൺ സർജിക്കൽ പ്രൊസീജിയർ ആണ്. നമുക്ക് ഈവൻ ഒരു സലൂൺസിൽ പോയാലും ഇപ്പൊ നമുക്ക് ഹെയർ ഫിക്സിംഗ് എന്നുള്ളത് അവൈലബിൾ ആയിരിക്കും. ഒരു സിന്തറ്റിക് ആയിട്ടുള്ള ഹെയർ നമ്മൾ ജസ്റ്റ് ഒന്ന് ടെമ്പററി നമുക്ക് കുറച്ച് ടൈമിലേക്ക് നമുക്കത് ഫിക്സ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് ഹെയർ ഫിക്സിംഗ്. ബട്ട് ഇൻഫാക്ട് നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുവാണെങ്കിൽ അതൊരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. ആൻഡ് അതൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡെർമറ്റോളജിസ്റ്റോ അല്ലെങ്കിൽ OMFSO സർജൻസോ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത്. നമ്മളുടെ തന്നെ ഓൺ ഹെയർ ആയിരിക്കും ചെയ്യുക. അതൊരു പെർമനന്റ് സൊല്യൂഷൻ ആണ്. നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ തന്നെ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഓക്കെ, അതായത് ഇപ്പം ഹെയർ ഫിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചേരുന്ന ഒരു ഹെയർ ആയിരിക്കില്ല. അതെ, അതൊരു സിന്തറ്റിക് ആയിട്ടുള്ള നമുക്ക് എന്താ പറയുക മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരു ഹെയർ ആയിരിക്കും നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ടാവുക. സോ അതിൽ അത്ര ഒരു നാച്ചുറൽ ഫിനിഷിംഗ് ആയിരിക്കില്ല. ബട്ട് നമുക്കതിൽ കളറ് കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ബട്ട് ഇൻഫാക്ട് ഹെയർ ട്രാൻസ്പ്ലാന്റ് ആകുമ്പോൾ നമ്മളുടെ തന്നെ ഓൺ ഹെയർ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പോൾ എനിക്കൊരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ വേണമെങ്കിൽ എനിക്കൊരു അണ്ടർലൈങ് മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ വെദർ ഐ എം സ്യൂട്ടബിൾ ഫോർ ദാറ്റ്? സോ നമ്മളൊരു ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഒരു ക്ലയൻറ്റ് നമ്മളെടുത്ത് ഒരു പേഷ്യൻറ്റ് നമ്മളുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുക അവർക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹെയർ ഫോളിക്കിൾസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് അതല്ലാണ്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒത്തിരി ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ബട്ട് നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് നശിച്ച ഒരു സ്റ്റേജ്, ഒരു ബാൾനെസ് എന്നുള്ള സ്റ്റേജിലേക്ക് എത്തിയ ഒരാളാണെങ്കിൽ നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്നുള്ളത് നമ്മൾ ഓപ്റ്റ് ചെയ്യാം. ബട്ട് ആ ഒരു ടൈമിലേക്ക് നമുക്ക് അതിന് മുന്നേ നമുക്ക് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രയർ ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒന്ന് നമ്മൾ അവരുടെ ഡോണർ ഏരിയ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡോണർ ഏരിയ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സർജറി എന്നുള്ളത് പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്ലസ് നമുക്കിപ്പോൾ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഫിസിഷ്യൻ കൺസെന്റ് ഒക്കെ എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ സർജറി എന്നുള്ളത് പ്ലാൻ ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ സർജറി എന്ന് പറയുമ്പോൾ വരുന്ന ഒരു കൺസേൺ ആണ് അബൌട്ട് ദ പെയിൻ കണക്റ്റഡ് ടു ദാറ്റ് പ്രൊസീജിയർ. സോ ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്നുള്ളത് ഒരു മിനിമലി ഇൻവേസീവ് പ്രൊസീജിയർ ആണ്. നമുക്ക് എന്താ പറയുക ഒത്തിരി പെയിനോ കാര്യങ്ങളോ ഉള്ള ഒരു പ്രൊസീജിയർ ഒന്നുമല്ല. ബട്ട് നമുക്കൊരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. ആൻഡ് ഹെയർ ട്രാൻസ്പ്ലാന്റ് നമ്മളൊരു ലോക്കൽ അനസ്തീഷ്യയിൽ മാത്രം ചെയ്യുന്ന പ്രൊസീജിയർ ആണ്. നമുക്ക് എവിടെയാണ് ഹെഡിലാണ് നമ്മൾ ചെയ്യുന്നത്, ആ ഒരു ഏരിയ മാത്രമേ നമ്മൾ മരവിപ്പിക്കത്തുള്ളൂ. ഫുൾ പ്രൊസീജിയർ ടൈമിൽ നമ്മൾ അവയ്ക്ക് തന്നെ ആയിരിക്കും, നമ്മൾ അവെയർ ആയിരിക്കും ആ ഒരു പ്രൊസീജിയറിന് ഉടനീളം കേട്ടോ. അപ്പോൾ ഈ ഹെയർ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ ഫേസിന്റെ തന്നെ അപ്പോൾ നമ്മൾ ഡിഫറെന്റ് ഹെയർ സ്റ്റൈൽസ് ട്രൈ ചെയ്യുമ്പോൾ തന്നെ ഫേസിന്റെ ഒരു അപ്പിയറൻസ് മാറ്റും. അപ്പം ഇങ്ങനെ ഒരു സർജറിക്ക് പോകുമ്പോൾ വരുന്ന ഒരു കൺസേൺ വെദർ വി ഗെറ്റ് എ നാച്ചുറൽ ലുക്കിംഗ് റിസൾട്ട്സ് or not, ഒരു പുവർ ഔട്ട്കം ആവുമോ എന്നുള്ളൊരു ഫിയർ എപ്പോഴും ആൾക്കാരിൽ ഉണ്ടാവില്ലേ? സോ നമ്മളുടെ ഒരു ഫൈനൽ റിസൾട്ട്, നമ്മളുടെ സർജറീൻ്റെ റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മെയിൻ ഫാക്ടർ നമ്മളുടെ ഡോണർ ഏരിയയിലെ ക്വാളിറ്റി ഗ്രാഫ്റ്റ് ആണ്. എത്രത്തോളം ക്വാളിറ്റി ഗ്രാഫ്റ്റ് ആണ് നമുക്കുള്ളത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ എൻഡ് റിസൾട്ട് ഉണ്ടാവുക. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഡോണർ ഏരിയ, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഗ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാവും. ആൻഡ് പ്ലസ് നമ്മളുടെ ഫേസ്, നമ്മളുടെ ഏജ്, നമ്മുടെ ഫേഷ്യൽ സ്ട്രക്ചറൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഹെയർ ലൈൻ മാർക്ക് ചെയ്യുക. അത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫർ ചെയ്യും. അത് നമ്മുടെ സർജൻസ് ആയിരിക്കും നമുക്ക് ഹെയർ ലൈൻ മാർക്ക് ചെയ്ത് കാണിക്കുക.
സോ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മളുടെ ഏജ് അതൊരു ഫാക്ടറാണ്. നമ്മളുടെ എന്താ പറയുക ഫേഷ്യൽ സ്ട്രക്ചർ, ഫേഷ്യൽ പ്രൊപ്പോർഷൻസ്, ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും ഓരോരുത്തർക്കും ഓരോ ഹെയർ ലൈൻ മാർക്ക് ചെയ്യുക. അത് എപ്പോഴും ഒരു നാച്ചുറലി ആയിരിക്കും ആ ഒരു ഹെയർ ലൈൻ അവർ മാർക്ക് ചെയ്യുന്നുണ്ടാവുക. നമുക്ക് എൻഡ് റിസൾട്ടിൽ നമ്മൾ ഫേസിന് ചേർന്ന് പോകുന്ന രീതിയിലായിരിക്കും ഹെയർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇപ്പം ഞാനൊരു ലേമൻ പോയിന്റ് ഓഫ് വ്യൂ എന്ന് ചോദിക്കുമ്പം എനിക്ക് വരുന്ന ഒരു മേജർ കൺസേൺ ഇസ് അബൌട്ട് ദ ഫിനാൻഷ്യൽ ആസ്പെക്ട്. കാരണം ഇതൊരു എലക്റ്റീവ് പ്രൊസീജിയർ ആണ്, ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവില്ല. സോ നമ്മളുടെ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറിൻ്റെ നമ്മൾ ഫിനാൻഷ്യൽ സൈഡ് നോക്കുവാണെങ്കിൽ നമ്മൾ പെർ ഗ്രാഫ്റ്റ് നമുക്ക് എത്രത്തോളം ഗ്രാഫ്റ്റ് വേണം എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു കോസ്റ്റ് നമുക്ക് പറയാൻ പറ്റുക. നമുക്ക് എത്രത്തോളം ഗ്രാഫ്റ്റ് വേണം എന്നനുസരിച്ച് നമുക്ക് അതിനൊരു പാക്കേജ് ആയിട്ട് കാര്യങ്ങളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് PRP കാര്യങ്ങൾ, മെഡിസിൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു പാക്കേജ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് അത് പേഴ്സൺ ടു പേഴ്സൺ നമുക്ക് എത്ര ഗ്രാഫ്റ്റ് വേണമെന്നനുസരിച്ച് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കോസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ഒരു സർജിക്കൽ പ്രൊസീജിയർ ആകുമ്പോൾ തന്നെ ദർ വിൽ ബി എ റിക്കവറി ഫേസ്. ഒരു റിക്കവറി ടൈം എത്രയായിരിക്കും? എപ്പോഴാണ് തിരിച്ചൊരു നോർമൽ ആക്ടിവിറ്റീസിലേക്ക് പോകാൻ പറ്റുക? സോ സർജറി കഴിഞ്ഞ് 7 days അത് നമുക്ക് കുറച്ച് ക്രൂഷ്യലാണ്. ആ ഒരു 7 days നമ്മൾ മാക്സിമം കെയർ കൊടുക്കേണ്ട ഒരു ടൈമാണ്. ഒരു പോസ്റ്റ് ഓഫ് കെയർ നമ്മൾ പറയുന്നത് 7 daysലേക്കാണ്. ആ ഒരു 7 daysലേക്ക് നമ്മൾ മാക്സിമം ഒരു റൂം റെസ്റ്റ് ആണ് പറയുന്നത്. കാരണം ഒത്തിരി പൊടി, അഴുക്ക്, എന്താ പറയുക, സൺലൈറ്റ്, ഡയറക്റ്റ് സൺലൈറ്റ് എന്നൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്ത് നിൽക്കാനുള്ള ഒരു ടൈമാണ് ഒരു 7th day. ആ ഒരു 7 daysലേക്ക് നമുക്ക് ഇൻഫെക്ഷൻ പ്രോൺ ആണ് നമ്മൾ. അപ്പോൾ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കും ആ ഒരു 7 daysലേക്ക്. അതിനുശേഷം നമുക്ക് നോർമലി നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാം. നോർമൽ ഒരു പ്രൊസീജിയർ പോലെ തന്നെ ഉള്ളൂ. സർജറി എന്ന് പറയുമ്പം ഇറ്റ്സ് ഓൾവേസ് ഒരു കൺസേൺ ആണ് ഈ സ്കാർസിനെ കുറിച്ചിട്ട്. ഇപ്പം ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറിയിൽ അങ്ങനെയുള്ള വിസിബിൾ സ്കാറിങ്സ് ഉണ്ടാവോ? ഇപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറിയിൽ നമ്മൾ ചെറിയ ഒരു പിൻ പോയിന്റ് ഇൻസിഷൻ അല്ലെങ്കിൽ സ്ലിറ്റ്സ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഗ്രാഫ്റ്റിനെ ഇംപ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള സ്കാറിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ലൈൻ തന്നെയായിരിക്കും ആഫ്റ്റർ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുക. ഒരു സർജറി എന്ന് പറയുമ്പോൾ പേഷ്യൻറ്റിന് എപ്പോഴും ഒരു ആങ്സൈറ്റി ഉണ്ടാവും. ആൻഡ് ദ മേജർ കോസ് ഓഫ് ആങ്സൈറ്റി ഇതിനെന്തെങ്കിലും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവോ, ഇപ്പോൾ ഇൻഫെക്ഷൻസ് ഉണ്ടാവോ, അൺയൂഷ്വൽ ഹെയർ ഗ്രോത്ത് പാറ്റേൺ ആയിരിക്കുമോ എന്നുള്ളതൊക്കെയാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഹെയർ ട്രാൻസ്പ്ലാന്റിന്റെ റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മളുടെ ഡോണർ ഏരിയന്റെ ക്വാളിറ്റി തന്നെയാണ്. എത്രത്തോളം നല്ല ഡോണർ ഏരിയ ഉണ്ട്, എത്രത്തോളം നല്ല ക്വാളിറ്റി ഗ്രാഫ്റ്റ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും, അത് തന്നെയാണ് നമ്മളുടെ എൻഡ് റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രൈമറി ഫാക്ടർ. സെക്കൻഡറി നമ്മൾ പറയുവാണെങ്കിൽ ആ ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ, നമ്മൾ ആ എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ട് ആ 7 days, അത് നമുക്ക് നമ്മുടെ എൻഡ് റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേറൊരു ഫാക്ടറാണ്. ആൻഡ് തേർഡ്, നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ നോക്കുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന സർജന്റെ എക്സ്പെർട്ടീസ്, എത്ര ക്വാളിഫൈഡ് ആയിട്ടുള്ള സർജൻ ആണ്, എത്ര എക്സ്പീരിയൻസ് ഉള്ള സർജൻ ആണ് അത് ചെയ്യുന്നത്, അതും കൂടെ നമ്മളുടെ ഒരു എൻഡ് റിസൾട്ടിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. Like, subscribe and press bell button. Stay tuned for more videos.